പലപ്പോഴും നമ്മളുടെ ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമായിരിക്കും ആ രീതിയിലേക്കുള്ള ചിന്തകൾ പോലും ഉണ്ടാകുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നതും മറ്റൊന്നുമല്ല, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അതിനു മുൻപും നേരത്തെ പറഞ്ഞ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഇതേപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചില അപകടങ്ങളില്ലാതെ ഒരു കാര്യവും കടന്നുപോയാൽ കടന്നുപോയി എന്നതാണ്. അതിന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആര് പരിശോധന, മറ്റ് സംഘാടകരടക്കം ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. അവർ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ സ്റ്റേജിന്റെ തൊട്ട് മുന്നിലായിരുന്നു VIP അടക്കം ഇരിക്കാനുള്ളൊരു ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അവർക്കിത് തൊട്ടടുത്തിരുന്ന് കാണുന്നതിന് ഒപ്പം തന്നെയും അവർക്ക് തടസ്സങ്ങളില്ലാതെ അത് കാണുന്നതിന് വേണ്ടിയുമായിരുന്നു ഈ ചെറിയ നാട സംവിധാനത്തിൽ അങ്ങനെ ഒരു ഇത് സുരക്ഷ ഒരുക്കിയിരുന്നത് എന്ന് പറയുന്നു. അവർ അതിൽ ഉമാ തോമസ് ഇതിലെ വന്നപ്പോൾ അവർ മറ്റുള്ളവരെ കണ്ട എഴുന്നേറ്റു. പക്ഷെ അവർക്ക് അവിടെ ബാലൻസ് തെറ്റുന്നു. അവരെ പിടിച്ചു നിൽക്കുന്നതിന് ഒന്നിനും ഉണ്ടായിരുന്നത് ഈ റിബൺ കെട്ടിയ ഈ ഒരു ക്യൂ മാനേജർ തെന്നിയപ്പോൾ ഒന്ന് പാളിയപ്പോൾ പിടിച്ചത് ഈ ക്യൂ മാനേജറിലാണ്. അത് വെറും റിബൺ ആയിരുന്നു. അതും കൂടി കൊണ്ടാണ് MLA താഴേക്ക് വീഴുന്നത് അല്ലേ ഡാനി? അതെ, ഈ ക്യൂ മാനേജർ മുകളിൽ ഉണ്ടായിരുന്നതാണ്. അവർക്കൊപ്പം താഴേക്ക് വീഴുന്നതാണ്. ഇപ്പോഴും ഇവരുടെ ഒരു ബ്ലഡ് സൈൻസ് എല്ലാം തന്നെ താഴെയുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് പ്ലേയേഴ്സ് എൻട്രിയാണ്. സാധാരണ നമ്മൾ ഫുട്ബോൾ മത്സരത്തിന് ഇവിടേക്ക് എല്ലാം എത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഗ്യാലറിയിലേക്ക് മൈതാനത്തേക്ക് എല്ലാം വരുന്നത് ഈ ഭാഗത്ത് നിന്ന് ഇവിടെ കടന്നു വരാൻ കഴിയുന്ന രീതിയിൽ വേണ്ടി വന്നാൽ ഏതെങ്കിലും അത്യാഹിതഘട്ടത്തിൽ ഇവിടെ നിന്ന് വല്ല മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ഉപകരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്രയും ഭാഗം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തതാണ്. ഇതിനകത്തേക്ക് കടന്നു വരുന്ന രീതിയിൽ പര്യാപ്തമായത് ഈ ഭാഗത്താണിത്. ഇവിടെയാണ് അവർ താഴേക്ക് വീഴുന്നത്. മറ്റിടങ്ങളിൽ ഇത്ര കണ്ട അകത്തേക്ക് കയറി ഒരു കോൺക്രീറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അത് സ്റ്റേഡിയത്തിന് പര്യാപ്തമാവുന്ന രീതിയിൽ നിർമ്മിച്ചതുമാണ്. പക്ഷേ അതിന് ഒപ്പം സുരക്ഷ ഒരുക്കേണ്ട എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലായിരുന്നു. ഇവിടെ തടസ്സങ്ങളില്ലാതെ കാണുക എന്നത് മാത്രമായിരുന്നു അവർ ഒരു കരുതൽ കൊടുത്തിരുന്നത്. അതിനാണ് ഒരു പ്രയോറിറ്റി എന്ന് പറയാവുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിലൊരു അപകട സാധ്യതകൾ കൂടി എല്ലാം തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. അങ്ങനെയുണ്ടായ ഒരു പ്ലാൻ ബി എന്നെല്ലാം നമ്മൾ പറയുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും തെന്നിയാൽ ഇത് എന്താകും എന്നതായിരുന്നു. അതിൽ ഏറ്റവും മുന്നേക്ക് നീക്കിയായിരുന്നു കസേരകൾ ഇട്ടിരുന്നത്. അതായത് പിറകിലൂടെ വന്ന് അതിലേക്ക് കയറുക എന്ന രീതിയിലായിരുന്നു. ആ മുൻവശത്ത് കൂടി അല്ലെങ്കിൽ നടക്കാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തൊട്ട് കാണുന്ന ആ കറുത്ത ഭാഗം പ്ലാറ്റ്ഫോം അതിനകത്തേക്ക് പറ്റുന്ന രീതിയിലേക്ക് ഇത് നീക്കിയിട്ടിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടിയെങ്കിലും അതിൻ്റെ ഒരു സുരക്ഷ കണക്കിലെടുത്തു എന്നെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്ന് ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഇത്ര കണ്ട് അലക്ഷ്യമായിട്ടാണ് ഈ ഒരു പരിപാടി വിഭാവനം ചെയ്തത്. ഏതാണ്ട് 12,000-ലധികം പേർ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു രീതി. പക്ഷേ അതിലേക്ക് ഏത് രീതിയിലുള്ള ഒരു സുരക്ഷ പാലിച്ചു എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നോക്കൂ, ഈ ഭാഗത്താണ് ഇവിടെ ഇതിലെ കസേരകൾ കസേരകൾ നിരത്തിയിരുന്നത് ഈ ഭാഗത്താണ്. ഇതുമായിട്ട് വളരെ പെട്ടെന്ന് തെന്നി താഴേക്ക് ഒരു ചുവടൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വീഴുന്ന അവസ്ഥ തന്നെയാണ്. അതിൽ യാതൊരു രീതിയിലൊരു കരുതലോ കാര്യങ്ങളോ ഇക്കാര്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൽ എടുത്ത് പറയേണ്ടത്. ഇതിൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റേജിന്റെ ഭാഗമെന്ന് പറയുന്നത് 2 തട്ടായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇതിന്റെ താഴെ തട്ടാണ് VVIPകൾക്ക് വേണ്ടിയും ഇവിടെ ക്രമീകരിച്ചിരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഡാനി കയറിയ വഴി തന്നെയാണോ ഉമാ തോമസ് ഈ സ്റ്റേജിലേക്ക് എത്തിയത്? അവരും അങ്ങോട്ടേക്ക് എത്തിയത് ഇപ്പോൾ ഡാനി പോയ ആ വഴി തന്നെയാണോ? തീർച്ചയായും ഈ വഴി തന്നെയാണ്. ഞാൻ ഇപ്പോൾ കയറി വന്ന സ്റ്റേജിൽ നിന്ന് കയറിയ ആ വഴി തന്നെയാണ് അവരും കയറി വന്നത്. നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് ചില പരിമിതികളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അത് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ കയറി വന്ന
ആ വഴി തന്നെയായിരുന്നു ഉമാ തോമസും മറ്റ് വിശിഷ്ടാതിഥികളും എല്ലാം തന്നെയും കയറി വന്നതും ആ വഴി തന്നെയാണ്. തുടർന്ന് ഇതിനകത്തേക്ക് കയറുകയും ഒപ്പം തന്നെ അവരത് മറ്റുള്ളവരെ കണ്ട് മുന്നോട്ട് പോകുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷെ ഒന്ന് അവർ തിരിഞ്ഞപ്പോൾ അവർ കാല് തിന്നുന്നു, താഴേക്ക് പിന്നീട് പൊടുന്നതിന് താഴേക്ക് വീഴുന്നൊരവസ്ഥയിലേക്കാണ് പിന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അപകടത്തിലേക്ക് നീങ്ങുന്നു. ഇതിൽ ഒരു അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആരോഗ്യസ്ഥിതിയിൽ നിന്ന് അവര് കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്നു എന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. അത് എടുത്തു പറയേണ്ടതുമാണ്. വളരെ പെട്ടെന്ന് ഈ തിരക്കിൽ 1 കിലോമീറ്റർ ദൂരമേ ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പക്ഷേ എങ്കിൽ കൂടിയും 5 മിനിറ്റിൽ താഴെ ഒരു സമയം കൊണ്ട് അവർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും എല്ലാം തന്നെ എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് എല്ലാം തന്നെ നീങ്ങുമായിരുന്നു എന്ന ഒരു സംശയവുമില്ല. എന്തായാലും ഇതിൽ കടുത്ത നടപടികൾ വേണ്ട ഒരു സംഭവമായിട്ടത് മാറിയിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇത്തരം ഒരു ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലൊരു മെഗാ ഇവന്റിലേക്ക് എല്ലാം പോകുമ്പോൾ എന്ത് സുരക്ഷ കണക്കിലെടുക്കുന്നു എന്നതാണ് അത് എടുത്ത് പറയേണ്ടതാണ്. കാരണം അതിൽ കൃത്യമായൊരു ഓഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം തന്നെ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ദുരന്തങ്ങൾക്ക് നമ്മൾക്ക് വീണ്ടും ഈ സാക്ഷികളാകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതേപോലൊരു സ്റ്റേഡിയം ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ നോക്കുക അശ്വതി, ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോം അതിന്റെ നിർമ്മിച്ചിരിക്കുന്നത് നോക്കുക. താഴേക്ക് ക്യാമറ വരികയാണെങ്കിൽ ഇവിടെ താഴെ കസേരകളുണ്ട്. അതായത് സ്റ്റേഡിയത്തിൽ കളി കാണാനായിട്ട് എത്തുന്ന സാധാരണ ഗാലറിയാണ്. ഇതൊരു VIP പവലിയനാണ്. കാരണം ഇവിടെ നിന്നാണ് ISLന്റെ ഒരു VIP പവലിയൻ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിന്റെ താഴെ ഈ കസേരകളുണ്ട്. അതിന് മുകളിൽ തട്ടടിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ സ്റ്റേജ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതിന് മുന്നിലേക്ക് വരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു അനുമതിയോടുകൂടി നേടിയെടുക്കാനായിട്ടെല്ലാം തന്നെ സാധിക്കും. പക്ഷേ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആര് ഉറപ്പ് നൽകുന്നു എന്നതാണ്. ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിന് കൃത്യമായ രീതിയിലുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. തീർത്തും അലക്ഷ്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഒരുക്കാത്തതിനെതിരെ തന്നെയാണ് ഈ കേസ് നിലവിൽ വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവന് അപകടത്തിലാവും വിധമുള്ള പ്രവൃത്തി ചെയ്തു എന്നതാണ് BNS 125 വകുപ്പ് പ്രകാരം ചേർത്തിരിക്കുന്നത്. നൃത്തസംഗീത പരിപാടിയുടെ സംഘാടകർ മൃദംഗാഭിഷൻ എന്ന് പറയുന്നവരാണ്. അവർക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് നിർമ്മാണം നടത്തിയവർക്കെതിരെയും കരാറുകാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും കേസുമായി പാലാരിവട്ടം പോലീസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം അത് വ്യക്തമായും തന്നെയും അത് അടയാളപ്പെടുത്തേണ്ടതാണ്. കാരണം ഈ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾക്ക് ആരാണ് കടിഞ്ഞാണിടുക എന്നൊരു പൊതു ചോദ്യം ഇതിൽ ബാക്കിയാകുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ആശ്വാസകരമാണ്. ഇന്ന് 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുക. 11 മണിക്ക് ഡോക്ടർമാരുടെ സംഘം മാധ്യമങ്ങളോട് ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ വിശദീകരണം അടക്കം നടത്തുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴും ഈ സ്ഥലവും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ്. പോലീസ് അവിടെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്.